ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഡൗ ജോൺസ് 328 പോയിൻറ്റും S&P 52 പോയിൻറ്റും നസ്ഡാക്ക് 115 പോയിൻറ്റും പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. യൂറോപ്യൻ മാർക്കറ്റ് ഒരു മിക്സഡ് ട്രെൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ് നിഫ്റ്റി 24 പോയിൻറ്റ് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാളെ മിക്കവാറും ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനുള്ള സാധ്യതയാണ് മാർക്കറ്റിൽ ഉള്ളത്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോകാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ക്യാൻഡിൽ എന്ന് പറയുന്നത് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. കഴിഞ്ഞ ഒരു 3 ദിവസത്തിന് മുന്നേ നമ്മൾ പ്രീ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് ഇവിടെ ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന്. ആ ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തെടുത്തു നിന്നാണ് മാർക്കറ്റ് ഏകദേശം 500 പോയിൻറ്റോളം ഒരു റാലി നടത്തിയിരിക്കുന്നത്. കണ്ടിന്യൂ ആയിട്ട് 3 ദിവസം ഒരു റാലി 500 പോയിൻറ്റിൻ്റെ റാലി നടത്തി ഏകദേശം 26,200 താഴെയാണ് ഇന്നലെ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഇതിൽ വേറൊരു പാറ്റേൺ കൂടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു W പാറ്റേൺ വന്നിട്ടുണ്ട്. മാർക്കറ്റ് ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു കൺസോൾട്ടേഷൻ ഏരിയയുടെ ടോപ്പിൽ നിന്ന് നേരെ താഴെ ബോട്ടത്തിൽ വന്നു ഇവിടെ ഒരു W പാറ്റേൺ ഫോം ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത്. എപ്പോഴാണോ ഈ W പാറ്റേണിൽ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുക, ഈ ഒരു കൺസോൾട്ടേഷൻ ഏരിയയിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് എപ്പോഴാണോ കിട്ടുക, ഇത്രയും പോയിന്റ് നമുക്ക് മുകളിലോട്ടൊരു ടാർഗറ്റ് പ്രതീക്ഷിക്കാം. ഏകദേശം 650 പോയിൻ്റാണ് ഈ ഒരു W പാറ്റേണിൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പം ഏകദേശം 26,340 മുകളിലോട്ട് ഇപ്പോഴത്തെ നിലവിലുള്ള ഓൾ ടൈം ഹൈ മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 650 പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 340 കഴിഞ്ഞാൽ വീണ്ടും 27,000 വരുന്നത്. 27,000 എനിക്ക് പറയാൻ തന്നെ പേടിയാണ്. കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇവിടെ നിന്ന് മുകളിലോട്ടൊരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 27,000 വരേക്കും മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ കൃത്യമായിട്ടൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ മാത്രമേ ഈ W പാറ്റേണിൻ്റെ മുകളിൽ ടോപ്പ് കൃത്യമായിട്ടൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ മാത്രമേ മുകളിലോട്ട് മാർക്കറ്റ് പോകത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മാസം തീരുന്നതിന് മുന്നേ 27,000 എത്തുമെന്ന്. പക്ഷേ മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ചിലപ്പം എത്താൻ സാധ്യത, ചിലപ്പോഴല്ല മിക്കവാറും എത്താൻ സാധ്യത കുറവാണ്. കാരണം മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് വലിയൊരു സെല്ലിംഗ് ഏരിയയിലാണ്, സെല്ലിംഗ് പ്രഷറുള്ള ഓൾ ടൈം ഹൈ ഏരിയയിലാണ്. നമുക്ക് കഴിഞ്ഞ 2 ഓൾ ടൈം ഹൈയും, കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ള ഓൾ ടൈം ഹൈയും കഴിഞ്ഞ മാസം ഉണ്ടായിട്ടുള്ള ഓൾ ടൈം ഹൈയും, ഡിസംബർ 1 ഉണ്ടായിട്ടുള്ള ഓൾ ടൈം ഹൈ ഒക്കെ എന്ന് പറയുന്നത് സ്ട്രോങ് സെല്ലിംഗ് പ്രഷറുള്ള ഏരിയ ആണ്. അതുപോലെ തന്നെ ഈ 2 ട്രെൻഡ് ലൈൻ നോക്കുക. ഇവിടെ നിന്ന് ഈ ഹൈയും നമ്മുടെ പഴയ ഹൈകളും കണക്ട് ചെയ്തിട്ടുള്ള ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പഴയ ഒരു സപ്പോർട്ട് ബ്രേക്ക് ഔട്ട് കിട്ടിയത്, ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ഔട്ട് കിട്ടി താഴെ വന്നിട്ട് തിരിച്ചു പോകുമ്പോഴത്തേക്കും അതും റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നിൽക്കുന്ന 26,200, 300 ഏരിയയും നല്ല സെല്ലിംഗ് പ്രഷറുള്ള ഏരിയകളാണ്. അപ്പം ആ ഒരു സെല്ലിംഗ് പ്രഷറിൽ സെല്ലേഴ്സ് വീക്കാവുകയും ബയേഴ്സ് അവിടെ ആക്റ്റീവ് ആകുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഈ സ്ട്രോങ് സെല്ലിംഗ് 2 ട്രെൻഡ് ലൈൻ ഉണ്ട്, ഓൾ ടൈം ഹൈയുടെ റെസിസ്റ്റൻസ് ഉണ്ട്, ഇതെല്ലാം ബ്രേക്ക് ഔട്ട് കിട്ടി പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബയേഴ്സ് ആക്റ്റീവ് ആകണം. അങ്ങനെ ആക്റ്റീവായിട്ട് സ്ട്രോങ് ബ്രേക്ക് ഔട്ട് ഇവിടെ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും 27,000 വരയ്ക്കും മാർക്കറ്റ് അടുത്ത് ഒരു ടാർഗറ്റ് വെച്ചിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതായിരിക്കും. ഇത്രയും ക്രൈറ്റീരിയകളുണ്ട് ഇവിടെ. ഇത്രയും ഒരു സ്ട്രോങ് ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ മാത്രമേ മാർക്കറ്റ് മുകളിലോട്ട് പോകത്തുള്ളൂ. ഇതിൽ ഹയർ ടൈം ഫ്രെയിമിൽ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഹയർ ടൈം ഫ്രെയിമിൽ ഡേ ക്യാൻഡിലിൽ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഫോർമേഷൻ കുഴപ്പമില്ല. നിലവിലുള്ള ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു അപ് ട്രെൻഡിനുള്ള സാധ്യത തന്നെയാണ്. ഈ ഒരു ഹൈ ഇവിടെ നിന്നൊരു ലോ എടുത്ത് ഹൈ വന്നു, ഇവിടെ ഹയർ ലോ വന്നു, ഇവിടെ ഹയർ ഹൈ വന്നു, അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹയർ ലോ വന്നു ഇല്ലേ. വീണ്ടും നമുക്ക് ഇതിന് മുകളിലോട്ട് ഒരു ഹയർ ഹൈക്കുള്ള സാധ്യതയുണ്ട് നിലവിൽ. കാരണം ഇവിടെ ഹയർ ടൈം ഫ്രെയിമിൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. ലോവർ ലോ ഫോർമേഷനോ അല്ലെങ്കിൽ ലോവർ ഹൈ ഫോർമേഷനോ വന്നിട്ടില്ല.
ഈ രണ്ട് ഹൈ എന്ന് പറയുന്ന ഹയർ ഹൈ തന്നെയാണ്. ഇത് മൂന്നും ഹയർ ലോ ഫോർമേഷനിലാണ് മാർക്കറ്റ് പോയിരിക്കുന്നത്. ഏകദേശം ഈ ട്രെൻഡ് തുടങ്ങിയിരിക്കുന്നത് ഇവിടെ നിന്ന് തുടങ്ങിയ ട്രെൻഡാണ്. ഇവിടെ നിന്നൊരു ഹൈ വന്നു, ഇവിടെ ഹയർ ലോ വന്നു, ഹയർ ഹൈ വന്നു, വീണ്ടും ഹയർ ലോ വന്നു. അപ്പം ഇത്രയും ഹൈകൾ കണക്ട് ചെയ്തിട്ട്, ഇത്രയും ഹൈയും ലോയും കണക്ട് ചെയ്തിട്ടാണ് ഏകദേശം ഓഗസ്റ്റ് മാസത്തിൽ തുടങ്ങിയ ഒരു റാലി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിൽ ഈ ഒരു ഹൈ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, നിലവിലുള്ള ഓൾ ടൈം ഹൈ ബ്രേക്കൗട്ട് കിട്ടി മുകളിലോട്ടൊരു ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹയർ ടൈം ഫ്രെയിമിലാണ് ഞാൻ പറയുന്നത്. അപ്പം വരും മാസങ്ങളിൽ ഇവിടെ നിന്ന് വീണ്ടും ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്കടുത്ത് 15 മിനിറ്റ് ചാർട്ടിലോട്ട് പോകാം. 15 മിനിറ്റ് ചാർട്ടിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 26,062 മുകളിൽ, 26,062 മുകളിൽ 15 മിനിറ്റ് ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് എൻട്രി നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടാർഗറ്റ് 26,200 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ ഗ്രൂപ്പിൽ ഏകദേശം 26,200 എത്തുമെന്ന് തന്നെയാണ് പലപ്പോഴും പറഞ്ഞിരുന്നത്. പക്ഷേ 26,180 മാർക്കറ്റ് സ്ട്രോങ് റിജക്ഷൻ വന്നു. അതൊരു സെല്ലിംഗ് പ്രഷറിൻ്റെ സൂചനയാണ്. ഈ ഒരു ഏരിയയിലുള്ള സെല്ലിംഗ് പ്രഷറിൻ്റെ സൂചനയാണ് മാർക്കറ്റിലുള്ളത്. അതുപോലെ തന്നെ മാർക്കറ്റ് സൈഡ് വേസ് ആയിരുന്നു. ആദ്യത്തെ 15 മിനിറ്റിൽ കാണുന്ന ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വലുതായിട്ട് പ്രീമിയം മൂവ്മെൻറ്റ് കിട്ടിയിട്ടില്ല. 10-15 പോയിൻ്റൊക്കെ ടാർഗറ്റ് കിട്ടിയിട്ടുള്ളൂ മിക്ക സ്ട്രൈക്കുകളിലും ഒക്കെ എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഏരിയയിലായിരുന്നു ഇന്നലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം. ഇന്നത്തെ ലെവൽസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. 26,200 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം 26,200 മുകളിൽ ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് ഈ ഏരിയ എന്ന് പറയുന്നത് 26,200 മുതൽ 300 വരെ വരുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് സെല്ലേഴ്സിൻ്റെ ഏരിയ ആണ്. എപ്പോൾ വേണമെങ്കിലും ഇവിടെ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് എക്സ്പയറി കൂടിയാണ്. ഇതിന് മുകളിൽ 15 മിനിറ്റിൻ്റെ ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നോക്കാം. പക്ഷേ മാർക്കറ്റിൽ നിങ്ങൾ ലോങ് എൻട്രിക്ക് വേണ്ടിയിട്ടിരിക്കൽ സ്കാൽപ്പ് ചെയ്ത് ഇറങ്ങാൻ നോക്കുക. എവിടെ നിന്ന് വേണമെങ്കിലും സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഇൻട്രാഡേ ചാർട്ടിൻ്റെ ലെവൽസ് കൂടെ നോക്കുക. ഈ ഏരിയയിൽ കൃത്യമായിട്ട് അടുത്തടുത്ത് സെല്ലേഴ്സിൻ്റെ ഏരിയകളുണ്ടാവും. അപ്പം നമുക്ക് ഒരു 2-3 ക്യാൻഡിൽ കിട്ടുന്ന പ്രീമിയം ഒരു ക്യാൻഡിൽ കൊണ്ട് തന്നെ താഴോട്ട് ഇറങ്ങും. എക്സ്പയറി ഡേ ആണ് നിഫ്റ്റിയുടെ. അപ്പം സ്കാൽപ്പ് ചെയ്ത് ഇറങ്ങുക. ഈ ഏരിയയിൽ മാർക്കറ്റ് ഒരു കൃത്യമായിട്ടൊരു സ്ട്രോങ് ബ്രേക്കൗട്ട് കിട്ടുന്നത് വരയ്ക്കും ഈ ഏരിയയിൽ മാർക്കറ്റിൽ എപ്പോൾ വേണമെങ്കിലും സെല്ലിംഗ് പ്രഷർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇൻട്രാഡേ ചാർട്ട് നോക്കിയിട്ട് ഇവിടെ ജസ്റ്റ് സ്കാൽപ്പിങ്ങിന് വേണ്ടി മാത്രം ഈ ഏരിയ ഉപയോഗിക്കുക. അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സ്പയറിയിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഏരിയയിൽ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ, ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ഈ ഏരിയയ്ക്ക് താഴെ ഒരു 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ താഴെ ഒരു സെല്ലിംഗ് പ്രഷറിലാണ് നിൽക്കുന്നതെങ്കിൽ മാർക്കറ്റ് ഇമ്മീഡിയറ്റ് താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം 15 മിനിറ്റിൻ്റെ ഫോർമേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹയർ ഹൈ പോകുന്നുണ്ട്. 15 മിനിറ്റിൽ നമ്മൾ വീക്കിലി അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇവിടെ നിന്ന് ഒരു ബെൻഡ് ക്ലിയർ ആയിട്ട് കിട്ടി മാർക്കറ്റ് റിവേഴ്സ് ചെയ്തിട്ടുണ്ട് മുകളിലോട്ട് അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഹൈ വന്നു, ഹയർ ലോ വന്നു, ഹയർ ഹൈ വന്നു, ഇവിടെ ഒരു ഹയർ ലോ വന്നു, ഹയർ ഹൈ വന്നു. ഇവിടെ അടുത്തൊരു ഹയർ ലോ വന്നിട്ടില്ല. ഒരു ഹയർ ലോയ്ക്ക് വേണ്ടിയിട്ട് മാർക്കറ്റ് മിക്കവാറും ഇവിടെ നിന്ന് ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പ്രതീക്ഷിക്കുന്നത് താഴെ 26 ഇന്നലത്തെ ഓപ്പണിങ്ങിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് 26,62 വരുന്ന ഏരിയ. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ബൈയിങ് പ്രഷർ ഉണ്ടായിരിക്കും. ഈ ഒരു ഗ്യാപ്പ് നമുക്ക് വന്നിരിക്കുന്ന ഈ ഒരു ഗ്യാപ്പിൽ ബൈയിങ് പ്രഷർ ഉണ്ടായിരിക്കും. മാർക്കറ്റ് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ലോ ക്രിയേറ്റ് ചെയ്യുന്ന ഏരിയ ഇവിടെ ആയിരിക്കും. മാർക്കറ്റ് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഈ ഒരു ഡിപ്പിൽ നിന്ന് ബൈ ചെയ്യാം. ഇവിടെ ഒരു സ്ട്രോങ് ബൈയിങ് ഉണ്ടാവും. ഈ ഒരു ഗ്യാപ്പ് ഏരിയ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ബൈയിങ് ഏരിയ ആണ്. ഇവിടെ ബൈയേഴ്സ് ആക്റ്റീവ് ആയിരിക്കും. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നിടത്തോളം കാലം ഇവിടെ എപ്പോഴും ഒരു ബൈയിങ് പ്രഷർ വരും. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴോട്ടാണ് വരുന്നതെങ്കിൽ ഈ ഒരു ലെവൽ എത്തുന്നവരേക്കും വെയിറ്റ് ചെയ്യുക. 26,62 ബൈ ഓൺ ടിപ്പാണ്. താഴെ വരുന്നത് വരയ്ക്കും വെയിറ്റ് ചെയ്യുക. ചാടിക്കയറി എൻട്രി എടുക്കാൻ നിൽക്കരുത്. നമ്മുടെ ഇൻട്രാഡേ ലെവൽസോടെ നോക്കുക.
മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ 15 മിനിറ്റിൽ മാർക്കറ്റ് താഴെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ താഴോട്ട് പുട്ട് ഓപ്ഷൻ നോക്കാം. ഏകദേശം 26.62 വരയ്ക്കും മാർക്കറ്റിലൊരു ബയ്യിങ് പ്രഷർ, ഈ ഏരിയയിലൊക്കെ ബയ്യിങ് പ്രഷർ ഉണ്ടാകും. അപ്പോൾ താഴോട്ട് എൻട്രി നോക്കുന്നവരും, ഇന്ന് എക്സ്പയറി ആണെങ്കിലും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. രണ്ട് സൈഡിലോട്ടും ചിലപ്പം മൂവ്മെൻറ്റ്സിനുള്ള സാധ്യതയുണ്ട്. താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു ബയ്യിങ് പ്രഷർ ഉണ്ടാകും. മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു സെല്ലിങ് പ്രഷറും ഉണ്ടാകും. ഇന്ന് ഞാൻ ഇൻട്രാഡേക്ക് ചാർട്ട് വരയ്ക്കുമ്പോഴും കൃത്യമായിട്ട് എനിക്ക് ലെവൽസ് നമുക്കൊരു, കാരണം നിൽക്കുന്ന ഓൾ ടൈം ഹൈ ആയതുകൊണ്ട് തന്നെ അവിടെ കൃത്യമായിട്ട് അടുത്തടുത്ത് തന്നെ സെല്ലേഴ്സിൻ്റെ ഏരിയകളുണ്ട്. അപ്പോൾ കൃത്യമായിട്ടൊരു ട്രെൻഡ് എനിക്കും മനസ്സിലാകുന്നില്ല ഇന്നത്തെ ട്രെൻഡ് എന്തായിരിക്കുമെന്ന്. കാരണം ആ ഒരു ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ തൊട്ട് താഴെ നമുക്ക് 26,000 ബയ്യിങ്ങിൻ്റെ ഒരു ഏരിയ ഉണ്ട്. 26,000 എപ്പോഴെങ്കിലും താഴോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് മാറാൻ സാധ്യതയുണ്ട്. 26-നും 26.50, 26.62 താഴോട്ട് പോവാണ്ട് തന്നെ മാർക്കറ്റ് ഇവിടെ നിന്ന് തന്നെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട്, ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് തന്നെ മാർക്കറ്റിലൊരു ബയ്യിങ് പ്രഷർ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ മാർക്കറ്റ് 26,000 ഒരു സെല്ലേഴ്സിൻ്റെ ഒരു ഇത് ഒഴിഞ്ഞു കിട്ടത്തുള്ളൂ. 26-ന് താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും സെല്ലേഴ്സ് മാർക്കറ്റിന് താഴോട്ട് കൊണ്ടുപോകും. അപ്പം ഒരു 26.50, 60 റേഞ്ചിലൊക്കെ നിന്നിട്ട് തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊരു ബയ്യിങ് പ്രഷർ തന്നെ, സെല്ലേഴ്സ് അവിടെ നിന്ന് ഒഴിവായിട്ട് ഒരു ബയ്യിങ് പ്രഷറിലോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇൻട്രാഡേ ലെവൽസിലോട്ട് പോകാം. ഇൻട്രാഡേ ലെവൽസിൽ ഇന്നലെ 26.70, 26,055 മുകളിൽ നമുക്കൊരു ആദ്യത്തെ 5 മിനിറ്റ് ക്ലോസിങ് കിട്ടി. പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോയതിന് ശേഷം എല്ലാം ഒരു കൺസോൾട്ടേഷൻ ഏരിയ ആയിരുന്നു. ഈ ഏരിയയിൽ 26,200 വരെയൊക്കെ പ്രതീക്ഷിച്ചാണ് 26,180 മാർക്കറ്റിലൊരു കൺസോൾട്ടേഷൻ നടന്നു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് താഴോട്ട് പോയി. ഇന്ന് നിഫ്റ്റിയിൽ CPR വരുന്നത് 26,114 തൊട്ട് 26,153 വരേക്കാണ്. ഒരു 40 പോയിൻറ്റിൻ്റെ CPR ആണ്, 44 പോയിൻറ്റിൻ്റെ CPR ആണ്. CPR ഞാൻ CPR ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ സാധ്യത കുറവാണ്. 26,100, 26,080 ഈ ഒരു ലെവല് ശ്രദ്ധിക്കണം. ഈ ഒരു ലെവല് 26,100, 26,080 മാർക്കറ്റ് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇൻട്രാഡേ ചാർട്ടിൽ ഈ ലെവല് ശ്രദ്ധിക്കുക. ഇവിടെ നിന്ന് ചിലപ്പം ഒരു പുൾ ബാക്ക് കിട്ടിയേക്കും. 26,100, 26,080 ചിലപ്പോൾ ഒരു പുൾ ബാക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ചെറിയൊരു ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 26,209, 26,221 ശ്രദ്ധിക്കുക. ഇവിടെ നിന്ന് മാർക്കറ്റ് താഴോട്ടും വരാൻ സാധ്യതയുണ്ട്. മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻട്രാഡേ ചാർട്ടിൽ എന്ന് പറയുന്നത് ഇവിടെയൊക്കെ എല്ലാം ഈ ഏരിയ മൊത്തം എന്ന് പറയുന്നത് സെല്ലേഴ്സിൻ്റെ ഏരിയ ആണ്. കൃത്യമായിട്ട് നമുക്ക് ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ പോലും ഇവിടെ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഏരിയയിൽ ഒന്നും കൃത്യമായിട്ട് നമുക്കൊരു റിവേഴ്സ് ട്രെൻഡ് എവിടെ നിന്ന് കിട്ടുമെന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് എങ്ങോട്ട് മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ട് ട്രേഡ് എടുക്കാവുന്ന ഒരു പിടിയുമില്ലാത്ത ഏരിയയാണ്. കാരണം അത്രയും സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാൻ സാധ്യതയുള്ള ഏരിയയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ അടുത്തടുത്ത് ലെവൽസ് വരച്ചിരിക്കുന്നത്. 26,209, 221 റെസിസ്റ്റൻസ് വരാം. 26,246, 26,265 ഒക്കെ റെസിസ്റ്റൻസ് വരാം. എങ്കിലും കൃത്യമായിട്ടൊരു കൺഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൽ അപ്ഡേറ്റ് ചെയ്യാം. ഏറ്റവും താഴത്തെ സപ്പോർട്ട് വരുന്നതെന്ന് പറയുന്നത് 26,010, 25,993 ഏറ്റവും താഴത്തെ സപ്പോർട്ട് വരുന്നത്. 26,100, 26,080 താഴോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് എൻട്രി നോക്കാം. 26,100, 26,080 സപ്പോർട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 100 പോയിൻറ്റോളം മാർക്കറ്റ് താഴോട്ട് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും. ലിങ്ക് താഴെയുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.